ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. നമ്മൾ കേരള ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. ഞാൻ കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കേരള ട്രിപ്പല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ ചെങ്ങന്നൂരാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിനായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഒരു 3:30 വെളുപ്പിനെ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചുവാണ് നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് അങ്ങനെ അമ്പലത്തിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് സുന്ദരികളായോ വലിയോ എന്നറിയില്ല, സുന്ദരികളായി എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്, നമ്മളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം അമ്മ സെറ്റ് മുണ്ടൊക്കെ, അമ്മയുടെ സെറ്റ് മുണ്ടൊക്കെ ഞങ്ങളെല്ലാവരും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആറന്മുള അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഒരുപാട് നാൾക്ക് ശേഷം, അതൊരു ഏകദേശം ഒരു 8 മാസത്തിന് ശേഷമാണ് ഞാൻ ആ ടൈമിൽ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആറന്മുള പോയി കൃഷ്ണനെ കണ്ടിട്ട് ഒത്തിരി നാളായി. അപ്പം എന്തായാലും എനിക്ക് ആറന്മുള പോകണമെന്നും കൃഷ്ണനെ കാണണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ഡേ അമ്പലത്തിൽ പോകാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിവേകും ഉണ്ടായിരുന്നു. അപ്പോൾ വിവേകാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. ഞങ്ങൾ ചെന്ന സമയം കുറച്ച് ലേറ്റായി, വ്യാഴാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലം 12 മണി വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയൊന്നും ഫോട്ടോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളപ്പം വെയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 6 അവിടോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ അവിടെ ഒക്കെ കാണിച്ചു, നമ്മുടെ വള്ളപ്പര ഇതൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങൾ ഒരു പായസത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. കയറുന്നതിന് മുമ്പേ വഴിപാടിന് കൗണ്ടറിൽ പോയി ഞങ്ങളൊരു പായസത്തിന് രസീത് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേന് പാൽപ്പായസമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരുപാട് സന്തോഷം, കാരണം ഒത്തിരി നാൾക്ക് ശേഷം കൃഷ്ണനെ കാണാൻ പറ്റി. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റിയതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ റീൽസ് എടുക്കാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവർക്കും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ഈ വലിയ ആറൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അവർക്കിത് ഭയങ്കര ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പം, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മുടെ ആറ് കണ്ടപ്പോൾ തന്നെ ഇവർ പറഞ്ഞു നമുക്ക് എന്തായാലും ആറ്റി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ ആറന്മുള അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ വീടിൻ്റെ അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മുടെ അമ്മ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ നമുക്ക് ആറ്റി പോയി ഇറങ്ങാം. അങ്ങനെ ആ പ്ലാനിലാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 12 മണിയായി. അപ്പോൾ ഓൾറെഡി ഇത്രയും വെയിൽ കൊണ്ട് വിവേകിന് മൈഗ്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന്. അങ്ങനെ അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു നാരങ്ങ വെള്ള കടയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഒന്ന് ഉഷാറായത് കേട്ടോ. അന്ന് ഞങ്ങൾ ഈ പോയൊരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാർച്ച് പകുതി ആയപ്പോഴാണ് പോയത്. ഏപ്രിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല. അത്ര വെയിൽ തുടങ്ങിയിട്ടില്ലായിരുന്നു, എന്നാലും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് ഞങ്ങൾ ആറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി പുറകെ ഇടാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.